ആണോ കൊച്ചാണോ നോക്കണം ഇത്. ആ അത് ഇങ്ങനെ എടുക്കാന്ന് എനിക്കറിയില്ല, അതെന്ന് ഞാൻ നിന്നെ വിളിച്ചത്. ക്യാഷി ഉണ്ട്. ടോം എസ് എസ് എന്നിട്ടാ വന്നത് ആളുടെ പേര്. ടോം, TOM. ബേട്ടൻ, എന്താണ് വിശേഷം? ഗുഡ് നൈറ്റ്. ഹായ്, ലൈക്ക് അടിച്ചോളോട്ടാ. ലൈക്ക് തന്നെ മനസ്സിലായി. 53 54 ലൈനിലേക്ക്. താങ്ക് യു. പിന്നെ എന്താണ് തിരക്ക്? ഓക്കെ, ഞങ്ങൾ പോവാണ്. എന്നൊരു കാര്യം നോക്കാൻ വേണ്ടി നിൽക്കാടാ, അതാണ് കേട്ടാ. എനിക്ക് നോക്കാൻ പറ്റും നിങ്ങൾക്ക്? ആരെയാണ് ഞാൻ ഹൈഡാക്കിയെന്ന് വെച്ചാൽ ഞാൻ നോക്കും. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു. ബിസ്മി ഇപ്പൊ അണ്ണാച്ചി ഇവിടെ ഇറങ്ങി വരും. ഷിജു ഇത്ര നേരം ഉണ്ടാവില്ല കേട്ടോ. ഇപ്പൊ നോക്കിയുള്ളൂ ഷിജു ഇവിടെ വേണ്ടത്. അവന് നേരത്തെ ഫസ്റ്റ് ടൈം വന്നിട്ട് അവന് ഷിജുവിന്റെ പേര് മാറ്റിട്ടാ രമണി. രമണിയും രമണനും. ടീച്ചർ അതെ, മറ്റേ ലൈവിലൊക്കെ പോകുമ്പോഴേ ഷിജു കാണാണെങ്കിൽ പറഞ്ഞു കേട്ടാ. മറ്റേ ചിരിക്കുടുക്ക ലൈവിലൊക്കെ പോകുമ്പോൾ ഷിജു ഉണ്ടാവും. അപ്പോൾ ചോദിച്ചോളൂ, ഷിജേട്ടാ രമണി ചേച്ചിനെ കൊണ്ടുവന്നില്ല ചോദിച്ചാൽ മതി. ലൈവിലേക്ക് കൊണ്ടുപോയി ഒരു വട്ടം സംസാരിക്കാനായിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടാ. മക്കളുടെ കേസെന്ന് പറഞ്ഞില്ല, രമണി എന്ന് പറഞ്ഞാൽ മതി. പോകുവാണോ? യെസ്, പോകുവാണ് കേട്ടാ. ഗുഡ് നൈറ്റ് ഓൾ. ലേറ്റായി പോയി. ഞങ്ങളിത് 11 പറയണി. ബിസ്മി ഒരുപാട് നേരം വൈകുന്നു. നന്നായി. അയ്യോ തൻ്റെ വിക്കി. ബിസ്മി ഇന്ന് ലൈവ് വന്നപ്പോൾ ഞാൻ ചോദിച്ചുള്ളൂ ഓടി എന്ന് പറഞ്ഞിട്ടാ. ഒരു രമണി ഇറങ്ങിയിട്ടുണ്ട്. ഒരു രമണി ഇറങ്ങിയിട്ടുണ്ട്. യാത്ര യക്ഷി ഇറങ്ങുന്ന ടൈമാണ് വിക്കി, ശ്രദ്ധിക്കണേ പറഞ്ഞിട്ട്. ഫോറസ്റ്റ് അല്ലേ നിൻ്റെ ഏരിയ കഴിഞ്ഞിട്ട്. ഒരു പരിധിക്ക് മുകളിൽ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടാ. അതെങ്ങനെ നോക്കണ്? ഇതല്ല, ഇങ്ങനത്തെ അല്ലാണ്ട് വേറെ സെറ്റിങ്സിൽ കേട്ട് ചെയ്യാൻ പറ്റുമോ? ഇതിന് നമുക്ക് നോക്കാൻ പറ്റുന്നില്ല. മുകളിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. നിന്റെ ലാസ്റ്റത്തെ മെസ്സേജ് വരെ കിട്ടണല്ലോ. രമണിയെ ഞാൻ നാളെ പറഞ്ഞു വിടാം. ഇവിടെ കണ്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചേരത്തെ പോയി. മുന്നിൽ പോയിട്ട് പിന്നെ വീണ്ടും പോയി വന്ന് വീണ്ടും പോയിട്ട് ലാസ്റ്റ് ഒരു ഓക്കെ ഒരു പരിധിക്ക് പുറമെങ്ങളിൽ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ മറ്റേ വൈറ്റ് സ്റ്റുഡിയോയിൽ കയറി നോക്കാൻ പറ്റുമെങ്കിൽ നോക്കട്ടെ. ഹൈഡുള്ള ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കണം വൈറ്റ് സ്റ്റുഡിയോയിൽ. ഇനിയിപ്പോൾ ഈ ലൈവിൽ നമുക്ക് ഈ സെറ്റിങ്സ് വെച്ചിട്ട് കയറാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നു. രമണി സൂപ്പറാണ് കേട്ടാ. രമണി സൂപ്പറാണ്. ബിസ്മി ഭക്ഷണം കഴിച്ചപ്പോൾ ആ ടൈം വരെ ആരും കണ്ടില്ല. ആ ടൈംസ് വരെ ആരും കണ്ടില്ല. സാറില്ല, നമുക്ക് ഞാൻ നോക്കാം. ബിസ്മി ലൈവ് എടുക്കുമ്പോ ഫിൽറ്റർ അടിച്ച് ഇടാൻ പറ്റണ്ടാ? ഇവർക്ക് ഫിൽറ്റർ ഇടാണ്ട് ഇപ്പൊ ഭയങ്കര വിഷമം. രണ്ടാളും കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ലൈവിൽ ഇരിക്കുള്ളൂ എൻ്റെ ബിസ്മി. അല്ലെങ്കിൽ ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാനാണല്ലോ മെസ്സേജ് വായിക്കുന്നത്. ഞാനിങ്ങനെ വായും പൊളിച്ചിരിക്കേണ്ടി വരും ദേഷ്യത്തിന് തുടങ്ങിയിട്ട്. എത്ര സത്യം. ചേട്ടനും സൈഡിലെ യക്ഷിയെയും പോലും കാണാൻ പറ്റും ഇല്ലല്ലോ. പാവം ചേട്ടായി പറയും. സത്യം ചേട്ടനും സൈഡിലെ യക്ഷിയെയും പോലും കാണാൻ പറ്റുന്നില്ലല്ലോ. പാവം ചേട്ടായി പറഞ്ഞിട്ടാ. നിനക്കിന്ന് കിട്ടും പറഞ്ഞത്. വീട്ടിൽ നിന്നും വഴക്കു കേട്ടുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞിട്ട്. ഓക്കടാ കണ്ണുടിക്കാൻ പറ്റില്ല, അല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ. ഞാൻ ഫിൽറ്റർ ഇടാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ബിസ്മി ലൈവിൽ എന്ന് പറഞ്ഞിട്ടാണ്. ഫേസ് ലൈവ് ഇല്ലല്ലോ പറയുന്നത് ബിസ്മി. ആ റൗണ്ട് ടച്ച് ചെയ്ത അറിയാലോ ഫിൽറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടാ. റൗണ്ട് ടച്ചിൽ കണ്ടില്ല. ഇത് ഞങ്ങൾക്ക് 3 ഓപ്ഷനുള്ളൂ. ഒന്ന് ക്യാമറ റൊട്ടേറ്റ് ചെയ്യാൻ, ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ എടുക്കാനുള്ളത്, പിന്നെ മൈക്ക് ഓഫ് ഓൺ ചെയ്യാനുള്ളത്, പിന്നെ ടച്ച് എന്താ പറയുക റീടച്ച് ഓൺ എന്നുള്ള സംഭവമില്ലേ ഫിൽറ്ററിൻ്റെ പോലെ തന്നെ ചെറിയൊരു ഫംഗ്ഷൻ അത്രയുള്ളൂ.
പിന്നെ അത്